അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്നാ വാ കയറി ഇരിക്ക് അലിയെ. ഇരിക്കാനൊന്നും നേരമില്ല, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ അലിയെ? പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ മോൻക്കൊരു കല്യാണക്കാര്യം വേണം. അതെൻ്റെ പണി അതന്നെയല്ലേ. ആ ചെക്കൻ്റെ വിദ്യാഭ്യാസവും പേരും എന്താ എൻ്റെ ജോലിയും ഒക്കെ ഒന്ന് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട് കാട്ടിക്ക. ഓന് വയസ്സ് 26 +2 വരെ ഓൻ പഠിച്ചും ചെയ്തിരിക്കണം. പെയിൻറ്റിങ്ങിൻ്റെ പണി, മറ്റുള്ള പണിക്ക് എല്ലാ പണിക്കും ഓൻ പോവും, വെറുതെ ഇരിക്കൂല. കള്ളും കഞ്ചാവും ഒന്നും എനിക്കില്ല, 5 വക്ത് നിസ്കരിക്കും. അത് നിങ്ങൾ ആരോട് അന്വേഷിച്ചാലും ആ വിവരം കിട്ടും. എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ മോൻ്റെ അടുത്ത് തൊണ്ണിപ്പൂല്ലാന്ന് എനിക്കറിയാം. പക്ഷേ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മൂസക്കുട്ടിയെ. എന്താണ് കാരണം? അലിയെ, എനിക്ക് ഒരു കല്യാണം നടത്തിയിരുന്നെങ്കിൽ 2 ഭാഗത്തുനിന്നും എനിക്ക് പൈസ കിട്ടും. പൈസ എനിക്ക് എത്ര വേണമെങ്കിലും തരാം, അതെനിക്കൊരു വിഷയം തന്നെ അല്ല. ഞാൻ പറഞ്ഞിട്ടൊന്ന് കേൾക്ക്. കുട്ടികളൊക്കെ ഉണ്ട്, നല്ല പഠിപ്പുള്ള കുട്ടികളാണ്, ഡിഗ്രി ഒക്കെ പഠിച്ച കുട്ടികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് +2 പറ്റൂല, പെയിൻറ്റും പണിയും പറ്റൂല. ഇങ്ങനത്തെ കേസ് ഒരുപാട് എൻ്റെ അടുത്തുണ്ട്. ഇത് നിങ്ങൾ പെങ്കട്ടേര് വെറുതെ പറയാണോ? ഇത് പെൺകെട്ടേര് വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനത്തെ കേസായിട്ടാണ് ചെന്നിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഉമ്മയും ബാപ്പയും പറഞ്ഞതാണ്. +2 പഠിച്ച കുട്ടികൾക്കും വേണ്ട ഒരു ജീവിതം. അവരെഞ്ഞിപ്പോൾ എന്താ ചെയ്യുക? അവർക്കും വേണ്ട ഒരു കല്യാണം കാര്യങ്ങളൊക്കെ, ഒരു കുടുംബമൊക്കെ വേണ്ടേ? വല്ലാത്തൊരു കാലഘട്ടം. ഇന്നോട് ചൂടായിട്ട് കാര്യമില്ല, പെൺകെട്ടേർ നോക്കായിട്ടുമല്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ശ്രീലങ്കയിലോ തമിഴ്നാട്ടിലോ പോയി കെട്ടേണ്ടി വരുമോ സുലൈമാനെ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എവിടുന്നാ അലിയാജി വരണേ? ഞാൻ മോളോടെ പോയി വരാടോ. എൻ്റെ മോൻക്ക് വല്ല കാര്യങ്ങളും ശരിയായോ? ഞാൻ എൻ്റെ മോൻക്കൊരു പെണ്ണ് നോക്കി വരികയാണ്. എന്താ കുട്ടി നമുക്ക് പറ്റുമോ? 200 കുഴപ്പമില്ല, സാമ്പത്തികം ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട് നാടൻ വീടാണ്, വീട്ടിക്ക് റോഡില്ല, 3 അടി വയ്യേ ഉള്ളൂ. അതൊന്നും ഞമ്മക്കൊരു പ്രശ്നമല്ല. ഇത് നാളെ എൻ്റെ മോനൊന്നുണ്ടായി കാട്ടിക്കൊടുത്തു. അത് കുട്ടി PG ആണ്. കുട്ടിയുടെ ബാപ്പ പറഞ്ഞിരിക്കണേ ഡിഗ്രി എങ്കിലും വേണമെന്ന്. അപ്പൊ അതും നടക്കൂല. എന്താ ചെയ്യാ? മക്കളെ, ഒരു ഡിഗ്രി എങ്കിലും പഠിച്ചോളി, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. പഴയ കാലഘട്ടമല്ലട്ടാ. ശരിയാണ്, ഞാൻ എൻ്റെ മോനെ പഠിക്കാൻ പറഞ്ഞയച്ചു, ഓൻ പോയില്ല. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എല്ലാവരും നല്ലോണം പഠിക്കണം, ഒരു ഡിഗ്രി വരെയെങ്കിലും പഠിക്കണം.